ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ ആശുപത്രിയിൽ ഈ ഒരു നേതാക്കൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാനായി എത്തിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിരവധി നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രമീകരണങ്ങളുടെ ഒരു തടസ്സം കൂടി ഉണ്ടാകും. ഒരു നേതാക്കളെ സംബന്ധിച്ച് അവരുടെ അധ്യാപകനാണ് ഇപ്പോൾ ഹൈബിയുടെ എം പി നമ്മളോട് പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അധ്യാപക തുല്യം കാണുന്ന ഒരു വ്യക്തിയാണ്. സാനുമാഷ് എന്നുള്ളതും കൂടിയുണ്ട്. അല്ലെങ്കിൽ കാരണവരെ പോലെ തന്നെ നമ്മൾ നോക്കിക്കാണുന്ന ഓരോ വിമർശനങ്ങളും അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിൽ നടത്തുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ അത് ഉൾക്കൊണ്ട് അത് കൃത്യമായി അതിനനുസരിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അത്ര മികച്ച രീതിയിലുള്ള വിമർശകനായിരുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ഒരു രാഷ്ട്രീയ വൃത്തങ്ങളടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും എം കെ സാനുമാഷിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു വിമർശനത്തിലെ സൗന്ദര്യം കൊണ്ട് ആ വിമർശനം നമ്മൾ ഏറ്റെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കേൾക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഏറെക്കാലം എം കെ സാനുമാഷ്. ഒരു സമയത്ത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ചതുമാണ്. 4 വർഷം ഇത്തരത്തിൽ MLA ആയി എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് എം കെ സാനുമാഷിന്റെ ഓർമ്മകൾ നിരവധിയാണ്. ഇപ്പോൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും എം കെ സാനുമാഷിന്റെയും അവരൊരുമിച്ചുള്ള സായാഹ്ന നടത്തമൊക്കെ കൊച്ചി നിവാസികൾ, എറണാകുളം നിവാസികൾ കൗതുകത്തോടെ നോക്കിക്കണ്ടവരാണ്. ഒപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ ആ ഒരു കാലഘട്ടവും അല്ലെങ്കിൽ അധ്യാപകനായിരുന്ന ആ ഒരു കാലഘട്ടം അദ്ദേഹം വാർത്തെടുത്ത വിദ്യാർത്ഥി ഹൃദയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വാർത്തെടുത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല മേഖലകളിലും പ്രതിഭ തെളിയിച്ച നിരവധി വിദ്യാർത്ഥികളെ കൂടി വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ഈ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു എം കെ സാനുമാഷ് എന്നുള്ളതും കൂടുതൽ. കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണി തൊട്ട് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും തരമൂല്യമുള്ള ഒരു നടനായിട്ടുള്ള മമ്മൂട്ടി വരെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം കൗതുകത്തോടെയാണ് കേൾക്കുന്നതെങ്കിലും ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു അധ്യാപക വൃത്തിയിലെ അദ്ദേഹം നടത്തിയ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അധ്യാപകനായി ഇരുന്നിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നുള്ളത് എത്ര ശോഭിതമായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബ്രണ്ണൻ കോളേജിലും അദ്ദേഹം അധ്യാപകനായിരുന്ന സമയത്താണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അധ്യാപകനായിരുന്നത്. നേരിട്ട് ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അങ്ങനെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബ്രണ്ണൻ കോളേജിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നൊരു യുവ നേതാവ് ഉണർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലെല്ലാം സാക്ഷിയായ ഒരു വ്യക്തി കൂടിയാണ് എം കെ സാനുമാഷ്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി അടക്കം അനുശോചനം അറിയിച്ചത്. വളരെ വലിയൊരു കുറിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു വിയോഗ കുറിപ്പ് എന്ന് പറയുന്നത്. കാരണം അത്രയധികം ഓർമ്മകൾ അദ്ദേഹത്തിനും എം കെ സാനുമാഷുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രകടമാക്കുന്നതാണ് ആ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ആ ഒരു അനുശോചനം എന്നുള്ളതും കൂടിയാണ്. AK ആന്റണി അടക്കം ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു. നിരവധി പേരാണ് ഇപ്പോൾ പ്രതികരിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു സാഹിത്യ രംഗം അധ്യാപനം അതോടൊപ്പം തന്നെ ഈ ഒരു സാഹിത്യ മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ തന്നെ ഈ ഒരു നിമിഷം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്, അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലവും അത് ചർച്ച ചെയ്യപ്പെടും. കാരണം ജീവചരിത്ര എന്ന ആ ഒരു സാഹിത്യ മേഖലയിൽ നാഴികക്കല്ലായിട്ടുള്ള നിരവധി കൃതികൾ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ആളുകൂടിയാണ്. അല്ലെങ്കിൽ ജീവചരിത്ര കുറിപ്പുകളുടെ ശൈലിക്ക് അല്ലെങ്കിൽ ജീവചരിത്രങ്ങളുടെ ശൈലിക്ക് മറ്റൊരു മാനം നൽകിയൊരു വ്യക്തിയാണ് എന്നുകൂടി നമുക്ക് എം കെ സാനുമാഷിനെ പറ്റി ഈ ഒരു നിമിഷം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നിരവധി പേരുണ്ട്, ബന്ധുക്കളുണ്ട് ഈ ഒരു മൃതദേഹത്തിനരികിലായി. അത്രയധികം ആളുകൾ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളമാണ് ഇനി ഒരു ക്രമീകരണം
ഈ ഒരു ക്രമീകരണം കൊണ്ട് ഈ ആളുകൾക്ക് കണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കകളൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുമുണ്ട്. നിലവിലെ സാഹചര്യം ആളുകൾ ജനങ്ങൾ വരുന്നൊരു സ്ഥിതിയാണ് ഈ ഒരു വാർത്ത കേട്ട് വാർത്തകളിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി പേർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രീ കാളിദാസ്, ഇപ്പോൾ നോവലിസ്റ്റായ KP രാമനുണ്ണി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. നിരവധി ആളുകൾക്ക് ഒരു അധ്യാപകൻ തുല്യനായിരുന്നു സാനുമാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തെ ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ അവസാനത്തെ ഒരു പ്രതീകമായിട്ടാണ് സാനുമാഷ് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഗുരുതുല്യനായിരുന്നു. സ്നേഹം നിറഞ്ഞ് കവിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്നെയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത, എല്ലാ തലമുറയിൽപ്പെട്ടിട്ടുള്ള എഴുത്തുകാരെയായിട്ടും ഒരേപോലെ സ്നേഹബന്ധം നിലനിർത്താനും അവരുമായി ആശയസംവാദം നടത്താനുമുള്ളൊരു കെൽപ്പുണ്ടായിരുന്നു. അവസാന കാലം വരെ അദ്ദേഹം പ്രസംഗവേദികളിൽ നിന്ന് പ്രസംഗവേദികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. രാവിലെ ആരാണ് ഏത് പരിപാടിക്കാ വിളിക്കാൻ വരുന്നതെന്ന് കൂടി ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പൊതുജീവിതത്തിന് വേണ്ടി സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു ഹിപസ്തംഭം മാതിരിയാണ് അവസാന കാലം വരെ അദ്ദേഹം ജീവിച്ചത്. സാനുമാഷ് ഉണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷ, ഒരു ആശ്വാസമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. എഴുത്തുകാരൊക്കെ പ്രായമാകുന്നു, വയ്യാകെയാവുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പരസ്പരം പറയും, നോക്കൂ സാനുമാഷിത ഈ പ്രായത്തിലും ഓടി നടക്കുന്നു. ആ പഴയ മൂല്യബോധത്തിന്റെ ഒരു വക്താവായിട്ട് അദ്ദേഹം ഇപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ ആശ്വാസമാണിപ്പോ ഒലിഞ്ഞു പോയിരിക്കുന്നത്. മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് ഏറ്റവും ഉജ്ജ്വലിക്കുന്ന ഒരു നക്ഷത്രം തന്നെയായിരുന്നു സാനുമാഷ്. ഗുരുവാണ്, ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ കാവൽ ഭടനായിട്ട്, അദ്ദേഹത്തിന്റെ മൂല്യ സംരക്ഷകനായിട്ടെന്നും നിലകൊണ്ടിട്ടുള്ളത്. കുമാരനാശാനെ പറ്റി, വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി, M ഗോവിന്ദനെ പറ്റി, അയ്യപ്പ പണിക്കരെ പറ്റി, ഇങ്ങനെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറ്റി, ചിന്തകരെ പറ്റിയൊക്കെ തന്നെ, ചങ്ങമ്പുഴയെ പറ്റി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലൂടെ ഏറ്റവും സ്നേഹനിർഭരമായ അനുകമ്പ നിറഞ്ഞ ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള നിരൂപണമായിരുന്നു അദ്ദേഹത്തിന്റെ. ഏത് തലമുറയിൽപ്പെട്ടവരുമായിട്ട് സംവദിക്കാനുള്ള ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ശേഷി അദ്ദേഹം എന്നും നിലനിർത്തിയിരുന്നു. ആ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ ഗുരുതുല്യനായിരുന്നു, എൻ്റെ ഒരു രക്ഷിതാവ് പോലെയായിരുന്നു ഏത് കാലത്തും സാനുമാഷ്. വളരെയധികം നന്ദി ശ്രീ KP രാമനുണ്ണി. പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പമുണ്ട്. കാളിദാസ്, നമുക്കറിയാം ഇപ്പോൾ KP രാമനുണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുസമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹം സാനുമാഷിനെ കുറിച്ച് ഓർത്തെടുക്കുന്നത്. പലർക്കും സാനുമാഷ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. സാനുമാഷ് ഉണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. കാളിദാസ്, തുടരാം. അത്തരത്തിലുള്ള ഓർമ്മകൾ തന്നെയാണ്, ഗുരുതുല്യനാണ് എന്നുള്ളത് തന്നെയാണ്, ഗുരു തന്നെയാണ് MK സാനുമാഷ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. അടിസ്ഥാനപരമായി അദ്ദേഹം സാഹിത്യകാരനായിരുന്നെങ്കിലും അല്ലെങ്കിൽ നിരൂപകനാണെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം അധ്യാപകനാണ്. പക്ഷേ നമ്മൾ അത് സൂചിപ്പിച്ചു വരുമ്പോൾ, ഈ ഒരു ഓർമ്മകളിലേക്ക് വരുമ്പോൾ, അത് ചിലപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയോഗം കൂടിയായിരുന്നു അദ്ദേഹത്തിന് അധ്യാപനം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാലത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു +2 പഠനകാലം ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ച ഒരു യുവാവായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ആധ്യാത്മികതയിലേക്ക് പോയിരുന്ന ആ ഒരു വഴിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ഒരു യുവാവായിരുന്നു. പിന്നീട് അദ്ദേഹം അധ്യാപനത്തിലേക്ക് വന്നത് ഒരു ഹെഡ് മാസ്റ്റർ കാരണമാണെന്നുള്ളതൊക്കെ അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ
ഇത്തരത്തിലൊരു അധ്യാപകൻ തന്നെയായിരുന്നു. കെ പത്മനാഭൻ നായർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു അധ്യാപനത്തിലേക്കൊക്കെ കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം അധ്യാപന ജോലി ഏറ്റെടുത്തത്. പിന്നീട് ഈ തുടർ പഠനത്തിനൊക്കെ ജോലി ഉപേക്ഷിച്ചെങ്കിലും ഇതിന് ശേഷം ഈ ഒരു ബിരുദം നേടിയ ശേഷം അദ്ദേഹം താൽക്കാലികമായിട്ടൊക്കെ അധ്യാപക വേഷം വീണ്ടും അണിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം MA പാസ്സായ ശേഷമാണ് കോളേജ് അധ്യാപകൻ എന്ന പദവിയിലേക്കൊക്കെ അദ്ദേഹം പോകുന്നത്. പിന്നീട് നിരവധി കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി തുടർന്നു. കൊല്ലം SN കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തലശ്ശേരി ബ്രഹ്മൻ കോളേജ്, നാട്ടകം ഗവൺമെന്റ് കോളേജ്, അങ്ങനെ ദീർഘകാലത്തെ അധ്യാപക വൃത്തി പൂർത്തിയാക്കി. ഈ മഹാരാജാസിൽ ഉള്ളപ്പോഴാണ് 1983 അദ്ദേഹം വിരമിക്കുന്നത്. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ തന്നെയാണ് ഈ ഒരു നിമിഷമടക്കം നമ്മൾ ഓർത്തു പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ പോലെ അദ്ദേഹത്തിന്റെ നിരവധി ഓർമ്മകൾ, നിരവധി രസകരമായ ഓർമ്മകളൊക്കെ അദ്ദേഹം വളരെ ലളിതമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥയിൽ. അതിൽ അദ്ദേഹത്തിന്റെ കല്യാണം നടന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കല്യാണമൊക്കെ വളരെ രസകരമായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഇതിലെല്ലാം ആത്മകഥയിലെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചു പോയത്. കാരണം അദ്ദേഹം ഈ കോളേജിൽ MA 1ാം വർഷത്തിന് പഠിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണം. അതും മന്ത്രിമന്ദിരത്തിൽ വെച്ചായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ കല്യാണം എല്ലാം നടന്നിരുന്നത്. ആ ഒരു കാലത്ത് തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വൈക്കം മാധവന്റെ മകൾ രത്നമ്മയായിരുന്നു അന്ന് MK സാനുമാഷിന്റെ വധു ഭാര്യ എന്നുള്ളത്. പിന്നീട് അതിനുശേഷം ആ ഒരു മന്ത്രിമന്ദിരത്തിൽ നിന്നും കല്യാണം നടന്നതിന് ശേഷം ശ്രീ ചിത്ര തിരുനാൾ കവടിയാർ കൊട്ടാരത്തിൽ വിളിച്ച് വിരുന്ന് നൽകിയതിൽ അദ്ദേഹം രസകരമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിലും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി ഓർമ്മകളൊക്കെ ഈ ഒരു നിമിഷവും അങ്ങനെ പുറത്തേക്ക് വരികയാണ്. നമ്മളെ ഉള്ളിൽ ഈ ഒരു വിങ്ങലിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പൂർവ്വകാല ഓർമ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തെ MK സാനു എന്ന ആ ഒരു മനുഷ്യനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് ഈ ഒരു നിമിഷമാണ് നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നത്. ഉള്ളൂരും വള്ളത്തോളും തകഴിയും മുതൽ മലയാളത്തിലെ തലമുതിർന്ന സാഹിത്യ നായകന്മാരോടുള്ള അടുപ്പം ഈ ചെറുപ്പം മുതൽ MK സാനുമാഷിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അവരുടെ ഈ ഒരു സാഹിത്യകാരന്മാരുടെ ആ ഒരു അടുപ്പം എന്ന് പറയുന്നത് അവരുടെ സാഹിത്യ കൃതികൾ വായിച്ചു നേടിയ ഓർമ്മകൾ, അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നിരവധി അടുപ്പങ്ങൾ, ഈ വായിച്ചുണ്ടാക്കിയ പരിജ്ഞാനം ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ വളർത്തിയെടുത്തത്. അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യരംഗത്തെ അധികായന്മാരുടെ ഒപ്പം വളർന്നു വന്ന ഒരു മറ്റൊരു അധികായൻ എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അധ്യാപനത്തിലും കൂടി അദ്ദേഹം ഒരു അധികായൻ തന്നെ ആയിരുന്നു എന്നുള്ളതും കൂടി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ശിഷ്യന്മാരും ഒക്കെ തന്നെ ഈ ഒരു ഓർമ്മകൾ അങ്ങനെ പങ്കുവെക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വഴികാട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെന്നും ഒരു വിഗ്രഹം പോലെ കണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം സഹോദരൻ അയ്യപ്പന്റെ പാത പിന്തുടരുന്നു. മതേതര മൂല്യങ്ങൾ വളർത്താനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഒരു ജന്മം എന്നോണം അദ്ദേഹം അതിനായിട്ടെല്ലാം പ്രവർത്തിക്കുന്നു. ആ ഒരു ചിന്തകളിൽ നിന്നായിരുന്നു അദ്ദേഹം ആ ഒരു ചെറുപ്പകാലത്തെ, കൗമാരക്കാലത്തെ അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് പോകാമെന്നുള്ള ചിന്തയിലേക്കൊക്കെ പോകുന്നത്. എന്നാൽ പിന്നീട് നിർബന്ധത്തിന് വഴങ്ങി അധ്യാപനത്തിലേക്ക് വന്നെങ്കിലും ഈ ഒരു അധ്യാപനം എന്നുള്ളത് മറ്റൊരു രീതിയിലുള്ളൊരു സന്യാസം, അല്ലെങ്കിൽ അതൊരു ഉപാസന എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാകാം അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അത് പല സന്ദർഭങ്ങളിലും അദ്ദേഹം പ്രസംഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നുണ്ട്. വളരെ ലളിതമായ രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. ചില ആക്ഷേപഹാസ്യങ്ങളോടക്കം അദ്ദേഹം പറയാറുണ്ട്. മികച്ച രീതിയിൽ നമ്മളോട് സംവദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ നിന്ന് ഒരു വലിയൊരു സദസ്സിനോട് സംവദിക്കുന്ന രീതിയിലല്ല, ഈ ഒരു സദസ്സിനോട് സംവദിക്കുമ്പോഴും അത് നമ്മൾ ഓരോരുത്തരോടും നേരെ നിന്ന് നമ്മളോട് ചിരിച്ചു കളിച്ച് പറയുന്ന പോലെ ഒരു സമീപനമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിന്റെ ശൈലിയും ഒക്കെ തന്നെ. മികച്ച ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു, നിരൂപകൻ കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു ജീവചരിത്രം എന്ന ആ ഒരു സാഹിത്യ മേഖലയ്ക്ക് വലിയൊരു അർത്ഥം നൽകിയ മറ്റൊരു മാനം നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എന്നുള്ളതാണ്. അവസാന കാലം വരെയും അദ്ദേഹം പല വേദികളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. നമ്മളോടൊപ്പം തന്നെ പല വേദികളിലും ഒക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ഒരു ലുലുമാളിലെല്ലാം അദ്ദേഹം പോയി കൈപിടിച്ച് നടന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളടക്കം പങ്കുവെച്ചിരുന്നതാണ്. അദ്ദേഹം ഒരു സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ അവിടെ നടന്ന്
നീങ്ങാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നടക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രായാധിക്യം മൂലം അവിടുത്തെ അധികൃതരടക്കം വന്ന് ഇരുന്ന് നമുക്ക് പോകാനുള്ള ഈ ഒരു വണ്ടിയിൽ ഇരുന്നാൽ മതി, നമുക്ക് ഇതിൽ ചുറ്റിക്കാണാമെന്ന് പറഞ്ഞപ്പോൾ പോലും കൈ പിടിച്ച് നടക്കുന്ന ചില ദൃശ്യങ്ങളെല്ലാം നമ്മൾ കേരള വിഷൻ ന്യൂസ് വഴി തന്നെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു വർണ്ണാഭയെല്ലാം അദ്ദേഹം വിവരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ ഒരു ഉള്ളിലെ മനസ്സിലെ പ്രായാധിക്യമുണ്ടെങ്കിലും പ്രായം 90 കടന്ന് ഒരു നൂറ്റാണ്ട് കാലത്തെ ഓർമ്മകളുമായി അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും മനസ്സിലെ ആ ഒരു ചെറുപ്പം തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കാളിദാസ്, ഇപ്പോൾ എഴുത്തുകാരനായ ടി.ഡി. രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് സാനുമാഷിനെ ഓർത്തെടുക്കുന്നത്? സാനുമാഷ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനീയനായ ഒരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ എന്ന് മാത്രം പറഞ്ഞ പോരാ, എല്ലാ അർത്ഥത്തിലും ഗുരുസ്ഥാനീയനാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ആലുവ UC കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാഷ് മഹാരാജസിലൊക്കെ അധ്യാപകനായിട്ടുണ്ടായിരുന്ന ഒരു കാലമാണ്. അന്നാണ് മാഷെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നമ്മൾ പരിചയപ്പെടുന്നൊന്നുമില്ല, ഞാൻ UCയിലെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. വളരെ ആരാധനയോടുകൂടി അത്ഭുതത്തോടു കൂടി നമ്മൾ കണ്ടിരുന്ന ആളാണ് മാഷ്. തുടർന്ന് ഉള്ള കാലങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ഗുരുവിനെ പോലെ അല്ലെങ്കിൽ വഴികാട്ടിയെ പോലെ നമുക്ക് ഒരുപാട് നമ്മളോട് ഒരു വാത്സല്യം കാണിക്കുകയും, പിന്നീട് വളരെ കാലത്തിന് ശേഷം ഞാൻ എഴുതാനൊക്കെ തുടങ്ങിയപ്പോൾ ആ എഴുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആത്മവിശ്വാസം തരികയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം വിട്ടുപോയതിൽ വലിയ വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പ്രായം ഒരുപാടായി, കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ വിട്ടുപിരിയുന്നതിലൊരു സമാധാനമുണ്ട്. സത്യം മാഷ് മലയാളിയുടെ ഒരു ദൈക്ഷണിക ബോധത്തിന് കൃത്യമായൊരു ദിശ നൽകിയിരുന്ന, വളരെ കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും തൻ്റെതായിട്ടുള്ള നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ മലയാള ഭാഷയ്ക്ക്, സാഹിത്യത്തിന് ഒക്കെ വലിയ ഒരു നഷ്ടമാണ് മാഷയുടെ വിനിയോഗം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലം വരെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു മാഷ്. ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹം ചടങ്ങുകൾ പങ്കെടുക്കുകയും വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. വലിയ വിഷമമുണ്ട്. വളരെയധികം നന്ദി ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ. പ്രസാദ് കാളിദാസനുണ്ട് നമ്മളോടൊപ്പം. കാളിദാസ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും കൃത്യമായി പഠിച്ച നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം, ഈ ഒരു ആശാ സമരത്തിലടക്കം അദ്ദേഹത്തിന്റെ ഈ ഒരു അവസാന നാളുകളിൽ പോലും ഈ ഒരു പ്രായവും അവശതയും ഈ ഒരു ശരീരത്തിന് മാത്രമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അവസാന നാളുകളിൽ പോലും അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ആശാ സമരത്തിലടക്കം അദ്ദേഹം ശബ്ദം ഉയർത്തിയത്. അതിനെതിരെ എല്ലാം പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാളിദാസ്, തുടരാം. അത് തന്നെയാണ് ദീപ്തി. അപ്പോൾ ഈ ഒരു വാർദ്ധക്യത്തിന്റെ അവശതയൊക്കെ കുറച്ചു കാലമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പല പൊതുവേദി